ഞാൻ ഈ പൊതുവേ നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ കാണുന്ന മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അവർക്ക് എപ്പോഴും ഒരു 5-6 പോയിന്റുകൾ ഉണ്ടാവും. ജീവിതത്തിൽ പണം സമ്പാദിക്കാൻ 5 പോയിന്റുകൾ, കുടുംബജീവിതം മെച്ചപ്പെടുത്താൻ 3 പോയിന്റുകൾ. പിന്നെ ഒരാൾ ചെയ്യണമെന്നുണ്ട് എപ്പോഴും അങ്ങനെ ചിരിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം. ഇനി അതൊന്നും മനസ്സിലാവണില്ല. നമ്മുടെ ഈ പോയിന്റുകളിലല്ല. ഓക്കെ, അതൊരു ടെമ്പററി ഹെൽപ്പ് നൽകുമായിരിക്കും. എൻ്റെ ഇങ്ങനെ ഒരു നമ്മൾ കഥകളാണ് പറയുന്നത്, മുത്ത് അനുഭവങ്ങളാണ് പറയുന്നത്, വായിച്ച പുസ്തകവും കേട്ട് കടന്നുപോയ കഥകളൊക്കെയാണ്. അപ്പം അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരാളെന്നതിൻ്റെ അപ്പുറത്തോട്ട് ഒരു മോട്ടിവേഷണൽ സ്പീക്കർ എന്നറിയപ്പെടാൻ കാരണം എനിക്കത് എന്നെ തന്നെ അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. നമുക്കൊരു ഇങ്ങനെ ചിലപ്പോൾ ചില ചാനലുകളൊക്കെ അവാർഡുകൾക്ക് വിളിച്ചിട്ടുണ്ട്. ഇങ്ങനെ അവരുടെ 20th ആനിവേഴ്സറിക്കോ 25th ആനിവേഴ്സറിക്കൊക്കെ ഡിജിറ്റൽ അവാർഡ്സ് ഒക്കെ കൊടുക്കും. അപ്പോൾ ഒരു ചാനലിൽ നിന്ന് ഇങ്ങനെ ജോസഫ് നിങ്ങളെയാണ് മികച്ച മോട്ടിവേഷണൽ സ്പീക്കറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അപ്പോൾ അതിന് താല്പര്യമുണ്ടോ? ഞാൻ പറയാം താല്പര്യം ഇല്ല, എനിക്കതൊരു മനസ്സിലാവണില്ല അതെങ്ങനെയാണ് നിങ്ങൾ ജഡ്ജ് ചെയ്യണേന്ന്. നല്ല വീഡിയോസ് ചെയ്യുന്നതുകൊണ്ടാണോ എനിക്കെന്തോ അങ്ങനൊരു അവാർഡ് എന്തൊരു അറിയില്ല. ഞാനിപ്പോൾ അത് വേണ്ടാന്ന് വയ്ക്കുന്നു. വേറെ ഒന്നും ഉണ്ടല്ല, അതിന് പ്രൈസൊക്കെ ഉണ്ട്, പേയ്മെൻ്റ് ഒക്കെ ഉള്ളതാണ്. വേറൊരു ചാനലിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞത് ഈ ഡിജിറ്റൽ അവാർഡ് ഒരു ട്രെൻഡാണ്. കുറെ ഇൻഫ്ലുവൻസേഴ്സ് വരും, കുറെ പ്രൊമോഷനൊക്കെ അതിനോടൊപ്പം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. റെക്കഗ്നീഷനുമാണെന്ന് ഞാൻ അഗ്രി ചെയ്യുന്നു, അത് റെക്കഗ്നീഷനാണ്. ഒരു ചാനലിൽ നിന്ന് തന്നെ വിളിച്ചു പറഞ്ഞത് ജോസഫ് നിങ്ങൾക്കൊരു അവാർഡ് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എന്തിലാ വേണ്ടതെന്നാണ്. നമുക്ക് എഴുത്തുകാരൻ എന്ന രീതിയിൽ വേണോ? അപ്പം ഞാൻ RJ ആയിരുന്നു 2 കൊല്ലം മുമ്പാണ്. RJ എന്ന സാധനം വേണോ? മോട്ടിവേഷൻ സ്പീക്കർ ഇങ്ങനെ എന്താ പാടായിരിക്കും നമുക്കിപ്പോൾ അത്. എനിക്കൊന്നും വേണ്ട. ഞാനങ്ങനെ അവാർഡുകളൊന്നും ഇങ്ങനെ മോട്ടിവേഷണൽ സ്പീക്കർ എന്ന നിലയിൽ ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഇപ്പോൾ വേറെ ഏതെങ്കിലും ടൈംസിൽ ഇപ്പോൾ പോപ്പുലർ RJ കുറേ അവാർഡൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കണ്ടെത്താൻ സിസ്റ്റം ഒക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ ഈ TRP റേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ പോലെ റേഡിയോയ്ക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് അങ്ങനൊരു ടാഗ് ലൈൻ ഞാൻ ഇന്ന് വരെ എൻ്റെ ബയോയിലോ എവിടെയോ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നെ വിളിക്കുന്നത് മോട്ടിവേഷൻ സ്പീക്കർ. പിന്നെ ഞാനിപ്പോൾ തിരുത്താൻ നിൽക്കാറില്ല. ഓക്കെ മോട്ടിവേഷൻ സ്പീക്കറാണ്. എനിക്കത് അറിയില്ല എന്താണെന്ന് അറിയാം. നമ്മളങ്ങനെയൊന്നും നമ്മളെക്കാളും മെച്ചപ്പെട്ട അറിവും ധാരണ ആഴമുള്ള അനുഭവങ്ങളും ഒരുപാട് മനുഷ്യർ നമ്മളെ കേൾക്കുന്നുണ്ട്. നമ്മുടെ വിചാരം നമ്മൾ ഇവരൊക്കെ പ്രചോദിപ്പിക്കുകയാണെന്നാണ്. കഷ്ടപ്പാട് പറമ്പിലൂടെ പണിയെടുത്ത് ചോര നീരാക്കി 2 അറ്റം കൂട്ടി മുട്ടിച്ച് കിടന്നുറങ്ങാൻ നേരത്തെ വെക്കും